ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ഡോഡ്ജിങ് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അപ്പോൾ ഡോഡ്ജിങ് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ അത്ര നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. അതിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആണ്. നമുക്കറിയാം ഈ US എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു ഗൺ കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ്. US ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഗൺ കൊണ്ട് നടക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള ഗൺസ് ആൾക്കാരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗൺ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അറിയാറുണ്ട്, ഈ ഷൂട്ടിംഗ് ഇൻസിഡൻസ് അവിടുത്തെ സ്കൂളുകളിലും അവിടുത്തെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ നടക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ ഒരുപാട് പേര് അങ്ങനെ മരിക്കാറുണ്ട്. അതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു 3-4 പേര് ഇങ്ങനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ പേരിനൊപ്പം ഗ്രേറ്റ് എന്നുള്ള ഒരേ ഒരു മനുഷ്യൻ, എബ്രഹാം ലിങ്കൺ ദ ഗ്രേറ്റ്, അദ്ദേഹം അങ്ങനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ജോൺ എഫ് കെന്നഡി, അങ്ങനെ പലരും. എന്നിട്ട് പലരും അസാസിനേഷൻ അറ്റംപ്റ്റിനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് റീഗനൊക്കെ അങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഡൊണാൾഡ് ട്രംപ്. ഈ ട്രംപിന് അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പൊ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് വെറും 4 മാസം മാത്രമേ ഉള്ളൂ. നവംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോണത്. അപ്പോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് അത് എങ്ങനെ സ്വാധീനിക്കും? സ്വാഭാവികമായിട്ടും ഇത് ട്രംപിന് അനുകൂലമായിട്ടുള്ള സിമ്പതി വേവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ തന്നെ പല ഒപ്പീനിയൻ പോൾസിലും ട്രംപിന് വ്യക്തമായ ലീഡുണ്ട്. പക്ഷേ അവിടുത്തെ ചില സ്റ്റേറ്റുകൾ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ സ്വിംഗ് സ്റ്റേറ്റുകളാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാവുന്ന സ്റ്റേറ്റുകൾ. അവിടെ ഡെമോക്രാറ്റുകൾക്കോ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്കോ വ്യക്തമായ ഭൂരിപക്ഷം കാണത്തില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഫേവർ ചെയ്യുന്ന സ്റ്റേറ്റുകളായിരിക്കത്തില്ല. അപ്പൊ ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ പലതിലും ഇൻ ഫേവർ ഓഫ് ട്രംപ് ഒരു ഫീലിംഗ് ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വേൾഡ് ലീഡേഴ്സ്, ഒപ്പം തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ജോയ് ബൈഡൻ, ഇവരെല്ലാവരും അൺഇക്വേക്കലായിട്ട് ഈ വയലൻസിനെ കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ട്രംപും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സും ഒരുപാട് കേസസ് ട്രംപിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ട്. ആ കേസസ് തന്നെ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഡെമോക്രാറ്റുകൾ കെട്ടിച്ചമച്ച കേസുകളാണ് എന്നാണ് ട്രംപും അനുകൂലികളും പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് കൂടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ എന്താ പറയുന്ന ഒരു ഹൈപ്പർബോളിക് ആയിട്ടുള്ള അലിഗേഷൻസും കൗണ്ടർ അലിഗേഷൻസും ആയിരിക്കും അമേരിക്കൻ രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി ഒരു എന്താ പറയുന്ന ട്രംപിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ടായ അസാസിനേഷൻ അറ്റംപ്റ്റ് ആയിരിക്കും US പൊളിറ്റിക്സിനെ കുറച്ച് നാളെങ്കിലും ലീഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ സിമ്പതി ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവം ഇലക്ഷൻ ഇനിയും കുറച്ചു കാലം കൂടെ ഉണ്ട്, അതുവരെ നിലനിൽക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോ അഡ്വാൻറ്റേജ് ട്രംപ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം പിന്നെ ട്രംപിന്റെ കയ്യിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ട്രംപും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ട്രംപിന്റെ 2020 ഇലക്ഷൻ ഡിഫീറ്റ് പോലും അദ്ദേഹം അംഗീകരിക്കാതെ അതിന്റെ സപ്പോർട്ടേഴ്സിന് അദ്ദേഹം വയലൻസിന് പ്രേരിപ്പിച്ചു എന്നൊരു കേസ് അവിടുത്തെ കോടതിയിലുണ്ട്. അപ്പൊ ഈയിടയ്ക്ക് അന്ന് ക്യാപിറ്റോൾ ബിൽഡിംഗിലേക്ക്, US ഭരണ ശിരോകേന്ദ്രമായ ക്യാപിറ്റോൾ ബിൽഡിംഗിലേക്ക് ഇരച്ചു കയറിയ അന്നത്തെ ട്രംപ് അനുകൂലികൾ അദ്ദേഹം പാട്രിയോട്ടിക് ആയിട്ടുള്ള സിറ്റിസൺസ് എന്നാണ് ഈയിടയ്ക്ക് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ എന്തായാലും ഇതാണ് ഇന്നത്തെ പ്രസിഡന്റ് ഈ അസാസിനേഷൻ അറ്റംപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അല്ലാതെ വേറെ ഒരു വലിയ സംഭവം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭയങ്കര ഒരു സംഗതിയായിട്ടൊന്നും അതിനെ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കണം എഡിറ്റോറിയൽസ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ടെന്നീസ് എന്ന് പറയുന്ന ഗെയിം ലോകത്തിലെ ഏറ്റവും ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഗെയിം ഏതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ടെന്നീസ് തന്നെ ആയിരിക്കും. 5 hours ഒക്കെ നീണ്ടു നിൽക്കുന്ന ടെന്നീസ് മാച്ചസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റോജർ ഫെഡററും റാഫേൽ നദാലും തമ്മിലും, നൊവാക് ജോക്കോവിച്ചും നദാലും തമ്മിലും ഒക്കെ. അപ്പൊ ഈ ടെന്നീസിൽ കഴിഞ്ഞ ഒരു 2 decades എടുത്താൽ ഫാബുലസ് 4 എന്നറിയപ്പെടുന്ന 4 പ്ലേയേഴ്സിന്റെ ഡോമിനേഷൻ ആയിരുന്നു. അതിൽ ആക്ച്വലി 3 പ്ലേയേഴ്സിന്റെ ഡോമിനേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് റോജർ ഫെഡറർ, വേറെ ആള് റാഫേൽ നദാൽ, മൂന്നാമത്തെ ആള് നൊവാക് ജോക്കോവിച്ച്. ഇവരെല്ലാവരും കൂടെയാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്ന് പറഞ്ഞാൽ ടെന്നീസിലെ ഏറ്റവും മഹത്തായ ടൂർണമെന്റുകൾ പങ്കിട്ടെടുത്തുകൊണ്ടിരുന്നത്. ഗ്രാൻഡ് സ്ലാംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഈ 4 ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ് സ്ലാംസ് എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് സ്ലാംസ് വളരെ റെയറായിട്ട് 1-2 ഒഴിച്ച് ബാക്കിയെല്ലാം നദാൽ, ഫെഡറർ, ജോക്കോവിച്ച് ഇങ്ങനെയായിരുന്നു ഒരു 2-3 വർഷം മുമ്പ് വരെ പങ്കിട്ടെടുത്തുകൊണ്ട് ഇരുന്നത്. ഇതിൽ തന്നെ ജോക്കോവിച്ച് 24 ഈ പറഞ്ഞ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ്, വിംബിൾഡനും US ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ഉൾപ്പെടുന്ന ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് 24 എണ്ണം വിൻ ചെയ്ത്
ലോക റെക്കോർഡിനൊപ്പം എത്തി. വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതേ 24 തന്നെയാണ് മാർഗരറ്റ് കോർട്ട് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ പ്ലെയർ പണ്ട് വിൻ ചെയ്തിട്ടുണ്ട്. മാർഗരറ്റ് കോർട്ട്. ഇനി ഇന്നലെ വിംബിൾഡൺ അദ്ദേഹം വിൻ ചെയ്തിരുന്നെങ്കിൽ ഇത് 25 ആയിരുന്നു. അങ്ങനെ ലോക റെക്കോർഡ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സ്വന്തമാക്കായിരുന്നു. പക്ഷെ ആ ചാൻസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 37 വയസ്സാണ് ഡോക്കോവിച്ചിന്റെ. 37-കാരനായ ഡോക്കോവിച്ച് ടെന്നീസിൽ കിളവെന്ന് പറയേണ്ട കാര്യം ടെന്നീസിൽ അത് വലിയ ഏജ് ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ അതിൽ 37 എന്നൊക്കെ പറഞ്ഞാൽ വയസ്സായ പ്രായമാണ്. മിക്കവാറും എല്ലാ പ്ലേയേഴ്സ് ആ പ്രായത്തിൽ റിട്ടയർ ആവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡോക്കോവിച്ച് വലിയൊരു പരിക്കിന്റെ പിടിയിൽ ഒരു നീ സർജറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് 2-3 ആഴ്ച ആവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് നല്ല മാച്ച് പ്രാക്ടീസ് പോലും കിട്ടുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പരാജയത്തിന് കലാശിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ വെയർ ഇറ്റ് ഈസ് ഡ്യൂ എന്നാണല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർലോസ് അൽക്കാരസ് എന്ന് പറഞ്ഞ പ്ലെയറിനെ നമ്മൾ അക്നോളജ് ചെയ്തേ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്. അദ്ദേഹത്തിന് 20-21 വയസ്സായതുള്ളൂ. അതിനകത്ത് വെച്ച് അദ്ദേഹം 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് വിൻ ചെയ്തു. അത് തന്നെ റെക്കോർഡാണ്. ആ പ്രായത്തിനകത്ത് വെച്ച് 3 ഗ്രാൻഡ് സ്ലാം വരെ നേടിയ ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹം 4 ഗ്രാൻഡ് സ്ലാം നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ വിംബിൾഡനും ഈ വർഷത്തെ വിംബിൾഡനും അദ്ദേഹം തന്നെ നേടി. ഫ്രഞ്ച് ഓപ്പൺ ഇപ്പം നേടി. എനിക്ക് തോന്നുന്നു അതുപോലെ US ഓപ്പൺ അദ്ദേഹം നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു കറന്റ് ക്രോപ്പ് ഓഫ് യങ് ജനറേഷൻ ഓഫ് പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ ഹീസ് ദ ബെസ്റ്റ് എന്ന് അടിവരയിടുന്ന പെർഫോമൻസ് ആണ് ഫൈനലും ഒക്കെ ഡോക്കോവിച്ചിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന റാഫേൽ നദാലിന്റെ നാട്ടുകാരൻ. റാഫേൽ നദാൽ സ്പാനിഷ് ആണ്, അതേ സ്പാനിയാർഡ് തന്നെയാണ്. അതേപോലെ സ്പാനിയാർഡ് തന്നെയാണ് കാർലോസ് അൽക്കാരസും കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ എന്ന് കരുതി പുരുഷ ടെന്നീസിൽ ഈ പറഞ്ഞ കാർലോസ് അൽക്കാരസിന്റെ മാത്രം യുഗം ആയിരിക്കും ഇനി വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. കാര്യം കറന്റ് വേൾഡ് നമ്പർ 1 പ്ലെയർ ഹീസ് ഓൾസോ എ വിന്നർ ഓഫ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ 2024. അതായത് ഈ ഇയറില് ഓസ്ട്രേലിയൻ ഓപ്പൺ വാസ് വൺ ബൈ ഇറ്റാലിയൻ പ്ലെയർ ജാനിക് സിന്നർ. ഇറ്റാലിയൻ പ്ലെയർ ആണ് ജാനിക് സിന്നർ, JANIK ജാനിക് സിന്നർ. ഹീസ് ഓൾസോ വെരി യങ്. He's the current world number. He's the winner of this year's Australian Open Grand Slam title. So he can compete with Carlos Alcaraz in every aspect. So ഒരു ജനറേഷൻ നെക്സ്റ്റ് ഉണ്ടായിരിക്കുന്നു ടെന്നീസിൽ. പിന്നെ റഷ്യക്കാരനായ ഡാനിൽ മെഡ്വദേവ്. ഹീസ് ഓൾസോ എ ഗുഡ് പ്ലെയർ ബട്ട് കൺസിസ്റ്റൻസി ഈസ് ഹിസ് പ്രോബ്ലം. അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാറില്ല ഡാനിൽ മെഡ്വദേവ്. These 3 players are the most promising players among the younger generation of players. And out of them, Carlos Alcaraz has almost complete skills he's possessing to compete in various courts of tennis, like grass court, clay court, hard court. ഇതങ്ങനെ പലതരത്തിലുള്ള കോർട്ടുകളുണ്ട് ടെന്നീസിൽ. അതിലെല്ലാത്തിലും പ്ലേ ചെയ്യാനുള്ള എബിലിറ്റീസ് പൊസസ് ചെയ്യുന്ന മോർ അക്കംപ്ലിഷ്ഡ് അല്ലെങ്കിൽ മോർ കംപ്ലീറ്റ് പ്ലെയർ എന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ് ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് പുരുഷ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വനിതാ ടെന്നീസിലാണെന്നുണ്ടെങ്കിൽ വുമൻ ടെന്നീസിൽ ഇപ്രാവശ്യം ഈ വിംബിൾഡൺ വിൻ ചെയ്തത് ബാർബറ ക്രജിക്കോവ എന്ന് പറയുന്ന പ്ലെയർ ആണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ബാർബറ ക്രജിക്കോവ. പക്ഷേ ഇവരൊരു ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്ലെയർ ആണ്. CZDCH ചെക്ക് റിപ്പബ്ലിക്. പക്ഷേ ഇവര് 2021 ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്ത പ്ലെയർ ആണ്. പക്ഷേ വിമൻ ടെന്നീസിന്റെ പ്രശ്നം കഴിഞ്ഞ ഒരു ഡെക്കേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 10 വർഷം എടുത്തൊക്കെയാണെങ്കിൽ, നോ പ്ലെയർ ഈസ് ഷോയിങ് കംപ്ലീറ്റ് ഡോമിനൻസ്. ഇഗാ സ്വിയടെക് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. പക്ഷേ ഷീസ് ദ വേൾഡ് നമ്പർ 1 ഇഗാ സ്വിയടെക് എന്ന് പറഞ്ഞ പോളിഷ് പ്ലെയർ. പോളിഷ് എന്ന് പറഞ്ഞാൽ പോളണ്ടുകാരിയാണ് ഇവര്. ഇഗാ സ്വിയടെക്. ഷീസ് ദ കറന്റ് വേൾഡ് നമ്പർ ആൻഡ് ഷീസ് വിന്നർ ഓഫ് 2-3 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീസ് നോട്ട് അറ്റ് ഓൾ comfortable with grass court. Wimbledon is taking place in grass court. She's not at all comfortable with grass court. She used to be out from Wimbledon tournament in the first or second round itself. Maximum quarter final, up to quarter final വരെയൊക്കെ അവർ പോകാറുണ്ട്. അപ്പം ആർക്കും ഒരു ഡോമിനൻസ് വിമൻ ടെന്നീസിലില്ല. അപ്പൊ വിമൻ ടെന്നീസ് ഒരു കൂടുതൽ ഓപ്പൺ ആയിട്ടൊരു ഫീൽഡാണ്. ഏത് ടൈറ്റിൽ വന്നാലും ആരെങ്കിലും ഒക്കെ വിൻ ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ഇന്ന ആളാണ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ പുരുഷ ടെന്നീസിൽ അങ്ങനെയല്ല. കാർലോസ് അൽക്കാരസ് ഈസ് എ ഫേവറേറ്റ്, ദെൻ ജാനിക് സിന്നർ, ഡാനിൽ മെഡ്വദേവ്. അവര് ഇപ്പൊ ഒരു ജനറേഷൻ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. ഇതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ബിഗ് ബ്രദർ ടു ബ്രദർ എ നേപ്പാൾ ഇന്ത്യ റീസെറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കാര്യം ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇപ്പൊ വരാൻ കാരണം നേപ്പാളിലെ പുതിയ സംഭവ വികാസങ്ങളാണ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ്. നേപ്പാൾ വാസ് ലെഡ് ബൈ പുഷ്പ കമൽ ദഹൽ
അല്ലെങ്കിൽ പ്രചണ്ഡ. പക്ഷേ നൗ പ്രചണ്ഡ ലോസ്റ്റ് ഹിസ് പാർലമെന്ററി മെജോറിറ്റി, ഹി ലോസ്റ്റ് ഔട്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ took oath in Nepal. His name is KP Sharma Oli. So he is also running a coalition government with Communist Party of Nepal and Nepali Congress. പക്ഷേ ഈ പ്രചണ്ഡ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുമായിട്ട് കൂടുതൽ കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഈ നരേന്ദ്രമോദിയായിട്ടൊക്കെ തന്നെ പലപ്പോഴും ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹം നേപ്പാളിനും ഇന്ത്യക്കും ഇടയിലുള്ള കണ്ടൻഷ്യസ് ഇഷ്യൂസിനെ മനഃപൂർവ്വം ബാക്ക് ബർണറിൽ വയ്ക്കാൻ ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി നൊട്ടോറിയസ് ആണ് ടു ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ഇന്ത്യ. 2015 KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് അവിടെ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ നേപ്പാളി ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു ജനവിഭാഗം മാദേശികളാണ്. ഈ മാദേശി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യയിൽ ബീഹാറിൽ നിന്നൊക്കെ അങ്ങോട്ട് കുടിയേറിയ ആൾക്കാരാണ്. അവർക്ക് അവരുടെ ഭാഷ തന്നെ എനിക്ക് തോന്നുന്നു മാദേശി എന്നുള്ള ഭാഷയാണെന്ന് തോന്നുന്നു. ബാക്കി ആൾക്കാർക്ക് നേപ്പാളി ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷെ നേപ്പാളിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ 2015 ഉണ്ടാകുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനില് ശ്രീലങ്കയില് പണ്ട് പറ്റിയതുപോലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മാദേശികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് നേപ്പാളി ഭാഷയ്ക്കും അത് സംസാരിക്കുന്ന ആൾക്കാർക്കും പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ദ സെയിം തിങ് ഹാപ്പൻഡ് ഇൻ Sri Lanka also during the 1950s when Sri Lanka got independence. They also gave prominence to Simhali language that is the main spoken language of Buddhist people in Sri Lanka, and they didn't give education. They didn't give the proper importance to Tamil that is being spoken by the minority ഇന്ത്യൻ ഒറിജിൻ തമിഴ് പീപ്പിൾ ദയർ. അപ്പൊ അതാണ് പിന്നീട് അവിടെ വലിയ പ്രോബ്ലംസിന് കാരണമായത്. LTT എന്ന് പറയുന്ന സംഭവത്തിന്റെ ക്രിയേഷന് കാരണമായത്, ഇന്റേണൽ സിവിൽ വാർ ഉണ്ടാവാൻ കാരണമായത്. ഇതേ പ്രോബ്ലത്തിലേക്ക് നേപ്പാൾ പോവും എന്നൊരു അവസ്ഥ വന്നു. അപ്പൊ ഇന്ത്യ ഭയങ്കരമായിട്ട് ഒബ്ജക്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ അമെൻഡ് ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം അതിനവർ തയ്യാറാത്തതുകൊണ്ട് നേപ്പാളിനെതിരെ നമ്മളൊരു ബ്ലോക്കേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നാണ് എസെൻഷ്യൽസ് പലതും നേപ്പാളിലേക്ക് പോകുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ട്രക്സ് ആണ് ഡെയിലി നേപ്പാളിലേക്ക് ഇന്ത്യൻ നേപ്പാൾ ബോർഡറും ക്രോസ് ചെയ്ത് അവിടെ പോയി അവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഇതൊന്നും കൊടുക്കാതെ ഓയിലൊക്കെ മൊത്തം നേപ്പാളിന് സപ്ലൈ നമ്മളാണ്. അപ്പൊ ഇത് നേപ്പാളിലെ ആൾക്കാരുടെ ഇടയിൽ ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റി ഇന്ത്യ ഫീലിംഗ് ഉണ്ടാവാൻ കാരണമായി. അതേസമയത്ത് KP ശർമ്മ ഒലി എന്ന പ്രൈം മിനിസ്റ്റർ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ, ഇന്ന് വീണ്ടും അവിടെ പ്രൈം മിനിസ്റ്റർ ആക്കിയാണ്, യാതൊരു രീതിയിലുള്ള ഇന്ത്യൻ പ്രഷറിന്റെ മുന്നിലും മുട്ടുമടക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇന്ത്യയുടെ ആർച്ച് റൈവലായ ചൈനയുമായിട്ട് 10ഓളം എഗ്രിമെന്റ്സ് അതിനുശേഷം ഉണ്ടാക്കി. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഒന്നും അവിടെ നടന്നില്ല. പക്ഷെ ഇന്ത്യ നേപ്പാൾ റിലേഷനിൽ അതുണ്ടാക്കിയ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. പിന്നെ ഈ KP ശർമ്മ ഒലി അവരുടെ നേപ്പാളിന്റെ മാപ്പൊക്കെ പുതുതായിട്ട് പബ്ലിഷ് ചെയ്ത ആ മാപ്പില് ഉത്തരാഖണ്ഡ് മേഖലയിലുള്ള കാലാപാനി എന്ന് പറയുന്ന പ്രദേശം അത് ഇന്ത്യയുടെ കയ്യിലായി പോയിരിക്കുന്ന, അത് ഇന്ത്യയുടെതല്ല നേപ്പാളിൻ്റെതാണെന്ന് പറഞ്ഞ് നേപ്പാളിന്റെ മാപ്പിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഇത് വീണ്ടും നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള പ്രോബ്ലംസിന് കാരണമായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് KP ശർമ്മ ഒലി അവിടെ അധികാരത്തിൽ നിന്ന് പോകുന്നു, പ്രചണ്ഡ അധികാരത്തിൽ വരും. പക്ഷെ പ്രചണ്ഡ അധികാരത്തിൽ വരുമ്പോൾ ഈ വിഷയങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഈ വിഷയങ്ങൾ എടുത്ത് ഇന്ത്യയോട് നേരിട്ട് പ്ലെയിൻ സ്പീക്കിങ്ങിനോ അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്കഷനോ അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം മോഡിയുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നമ്മളെ ഇന്ത്യക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം സംസാരിച്ച് പോയി. ഇനി വീണ്ടും KP ശർമ്മ ഒലി അവിടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പണ്ട് ഇന്ത്യക്ക് ഡിസ്കംഫിച്ചർ ഉണ്ടാക്കിയ പ്രൈം മിനിസ്റ്റർ. അപ്പൊ അദ്ദേഹം വരുമ്പോൾ ഇനി എന്താണ് ഇതിൽ വരാൻ പോകുന്നത്? അപ്പൊ ഇന്ത്യയുടെ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് മാറണം. ഇന്ത്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണല്ലോ, അതൊരു നേഷനായിട്ട് ഇന്ത്യ അവരെ കൺസിഡർ ചെയ്യാതെ. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് പോലെ തന്നെയാണ് നേപ്പാൾ ഭൂട്ടാനും ഒക്കെ. ഇന്ത്യക്കാർക്ക് അവിടെ വിസ ഒന്നും ഇല്ലാതെ ആധാർ കാർഡ് മാത്രം കൊണ്ട് പോകാനും ഇന്ത്യൻ കറൻസി വെച്ച് അവിടെ സാധനങ്ങൾ വാങ്ങാനും ചെലവാക്കാനും ഒക്കെ പറ്റുന്നതായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, നേപ്പാളിൽ അങ്ങനെ കാണാൻ പാടില്ല. മറ്റൊരു രാജ്യമായിട്ട് കാണണം. ഇന്ത്യയുടെ പിന്നീട് അഭിപ്രായങ്ങൾ കേട്ട് ജീവിക്കേണ്ട ഒരു രാജ്യമായിട്ട് നേപ്പാളിനെ കണ്ടിട്ടുള്ള ആ ഒരു ബിഗ് ബ്രദർ സ്റ്റൈൽ ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് നേപ്പാളിൽ നിന്നും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മാറ്റണം. അങ്ങനെയൊക്കെ നീ പറയുന്നത്. ഈവൻ അത് ഇത് എഴുതിയിരിക്കുന്ന ഒരു നേപ്പാളി ഒരു ഓതറാണ്, ഒരു കമന്റേറ്റർ ആണ്. അദ്ദേഹം കോസി റിവറിലെ, കോസിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെയാണോ എന്തോ, KOSI അല്ലെങ്കിൽ KHOSI ആയിരിക്കും.
ബീഹാറിലൊക്കെ പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ഒരു റിവറാണ് ഖോസി റിവർ. ബീഹാറിന്റെ സോറോ എന്ന് പറയാറുണ്ട്, സോറോ ഓഫ് ബീഹാർ എന്ന്. അപ്പം ഇത് പലപ്പോഴും ഇന്ത്യക്കാര് ഖോസി റിവറിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി ഇന്ത്യയിൽ അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേപ്പാളിന് അതിന്റെ പേര് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, നേപ്പാളിലാണ് അതിന് കാരണമാണെന്നൊക്കെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ക്രിട്ടിസിസ് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഈ ഖോസി റിവറിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ന്യൂസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നേപ്പാളിനെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും അത് ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും KP ശർമ്മ ഒലിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർഷിപ്പ് വരുമ്പോൾ ഇന്ത്യക്കും നേപ്പാളിനോടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് വെടിഞ്ഞിട്ട് നേപ്പാളുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തണമെന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ. താഴോട്ട് വരുമ്പോൾ ദ യൂണിയൻ ബഡ്ജറ്റ് ആസ് ലിറ്റ്മസ് ടെസ്റ്റ് ഓഫ് എ റീതിങ്ക് ഓർ സ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇത് വേറൊന്നുമില്ല, ഇത് വായിച്ചു നോക്കിയാൽ ഇതിൽ ആകെപ്പാടാം ഈ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. പക്ഷേ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ മാത്രമേ ഇതില് ഈ ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് സത്യം. അതായത് ബഡ്ജറ്റ് ഇപ്പൊ July 23 വരാൻ പോയാ, ഇന്നിപ്പോ July 16 ആയി. നെക്സ്റ്റ് ട്യൂസ്ഡേ എക്സാക്ട്ലി ആഫ്റ്റർ 1 week Nirmala Sitharaman is going to present her 7th full budget as the finance minister of India. So various quarters are expecting, various sectors of economy are expecting many things from the next union budget. അപ്പൊ ഇതില് നമ്മളെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ BJP എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാതെ ഇന്ത്യയിലെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ട് മാറിയെങ്കിലും they lost the parliamentary majority. The main reason, the supposed main reason for that lackluster performance from Bharatiya Janata Party is inflation and unemployment. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന റിസർവേഷൻ BJP ഇല്ലാതാക്കുക എന്നൊക്കെ ഉള്ളൊരു ഫിയർ ആൾക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ദളിത് OBC കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഉണ്ടായത്. മൂന്നുമാണ്. അപ്പൊ ഇൻഫ്ലേഷന്റെ കാര്യം ഇതിന് ഈ ആർട്ടിക്കിളിന്റെ അത് ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യമാണ് ഈ ആർട്ടിക്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു BJPയുടെ മോശം പെർഫോമൻസിന്റെ കാരണം ഒന്ന് ഇൻഫ്ലേഷൻ ആയിരുന്നു, വേറൊന്ന് അൺഎംപ്ലോയ്മെന്റ് ആയിരുന്നു, പിന്നെ മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേടികൾ. ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന വിഷയത്തിനാണ് ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഈ അൺഎംപ്ലോയ്മെന്റ് ഇവര് പറഞ്ഞേക്കെന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നെങ്കിലും ഗ്രോത്ത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് പല എക്കണോമിസ്റ്റുകളും പറയുന്നുണ്ട്. ഗ്രോത്ത് കൂടുന്നുണ്ട്, പക്ഷെ അതിനുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കുന്നില്ല. ഇപ്പൊ ഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥിരമായിട്ട് ജോലിയുള്ള ആൾക്കാർക്ക് പോലും അവരുടെ ഇൻകം കുറയാണ് ചെയ്യുന്നതെന്നാണ് ഒരു സർവേ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി കൂടിയിട്ടുണ്ടെന്ന് ആ സർവേ കണ്ടെത്തുന്നുണ്ട്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി കൂടാൻ കാരണം ഇതുപോലുള്ള സ്കീമുകളാണ്, MGNREGS പോലുള്ള സ്കീമുകൾ. MGNREGS എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ എന്താ സംഭവിക്കുന്ന, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് 100 days അഷ്വേർഡ് എംപ്ലോയ്മെന്റ്, ലേബർ സെൻട്രിക് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പൊ അതിന് ഒരു വേജും കൊടുക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചിലപ്പോൾ ആ വേജിന്റെ കൂടെ എക്സ്ട്രാ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കുറച്ചുകൂടെ വലിയ വേജ് ആയിട്ടാണ് പല സ്റ്റേറ്റുകളും കൊടുക്കുന്നത്. അപ്പൊ ഈ സ്കീമിലെ വഴിയൊക്കെ ഒരുപാട് ഇൻഫോർമൽ ആയിട്ടുള്ള ജോബ് ആൾക്കാരെ കിട്ടുന്നുണ്ട്. ഇൻഫോർമൽ ജോബുകൾ കൂടി എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻഫോർമൽ ജോബ് കൂടിയാൽ മാത്രം പോരാ, ഫോർമൽ ജോബും കൂടണം. രണ്ടാമതായിട്ട് ഈ ജോബൊക്കെ മിക്കവാറും പ്രൈമറി സെക്ടറിലായിരിക്കും. ഈ ജോബ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ, അലൈഡ് ആക്ടിവിറ്റീസ്, അനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സ്, ഇതൊക്കെയാണ് പ്രൈമറി സെക്ടർ വരുന്നത്. അപ്പൊ ഈ പ്രൈമറി സെക്ടറിലായിരിക്കും അപ്പൊ ഈ ജോലികളെല്ലാം വരുന്നത്. അപ്പൊ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അതേ സമയത്ത് പക്ഷെ ഇതിന്റെ അർബൻ വെർഷൻ ഇല്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രോബ്ലം. ഇതിന്റെ അർബൻ വെർഷൻ ഇല്ല. ഈ പേര് തന്നെ എന്താണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതേസമയത്ത് അർബൻ വെർഷൻ ഇല്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രോബ്ലം. അപ്പൊ അർബൻ വെർഷൻ കൂടെ ഇതിന്റെ അവതരിപ്പിച്ച് അർബൻ മേഖലയിലെ അൺഎംപ്ലോയ്മെന്റിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ഈ ജോബൊക്കെ മെയിൻലി പ്രൈമറി സെക്ടറിലാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടറിൽ ജോബിന്റെ എണ്ണം കൂടിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സർവേ കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി സെക്ടറിൽ ജോബ് കുറയാണ് ചെയ്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ എക്കോണമിക്ക്
3 സെക്ടേഴ്സ് ആണല്ലോ ഉള്ളത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇനി ഒരു ടേർഷറി സെക്ടർ കൂടെ. ടേർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ. ടേർഷറി സെക്ടർ വേറൊരു പേര് തന്നെ സർവീസ് സെക്ടർ ആണ്. അപ്പൊ ഈ സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണല്ലോ. ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ അംബാനി, അദാനിയും ബിർളയും ടാറ്റയും മാത്രമല്ല, അതൊക്കെ ബിഗ് കോർപ്പറേറ്റ്സ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ സെക്കൻഡറി സെക്ടറിലെ സംഭവം എന്ന് പറയുന്നത് ഇതാണ് MSME. എന്താണ് MSME? MSME എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായങ്ങൾ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് ഇന്ത്യയിൽ സെക്കൻഡറി സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോബ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം ഈ MSME സെക്ടറിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനും ഈ ചെറിയ മേഖലയിലും പിന്നെ ബിസിനസ്സിലും എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെയാണ്. അപ്പം അത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജോബ് ജനറേറ്റ് ചെയ്യുന്നതിൽ ആ സെക്ടേഴ്സ് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ ഈ MSME സെക്ടറിന് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ മാത്രമേ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോബ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെ ജോബ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യക്കകത്ത് കൺസംഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന MSME കമ്പനികൾക്ക് കൂടുതൽ സപ്പോർട്ട് ഈ ബഡ്ജറ്റിൽ കൊടുക്കണം. ഏതാണ് ഈ ബഡ്ജറ്റ്? ഈ പറഞ്ഞ പിന്നീട് ആർട്ടിക്കിളിന്റെ ഒരു സിനോപ്സിസ് എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കും. ഇനി നെക്സ്റ്റ് പേജ് പോകുന്നു, OPED പേജ്. OPED പേജ് പോകുമ്പോൾ ഒന്ന് ദ ടോൾ ദാറ്റ് എക്സ്ട്രീം ഹീറ്റ് ടേക്സ് ഓൺ വിമൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതിന്റെ ഒരു കണ്ടന്റ് അത് വലിയ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേറെ ഒന്നും അല്ല, നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളെ ഇന്ത്യയിൽ ഹീറ്റ് വേവ്സ് ഇപ്പോൾ വലിയ പ്രശ്നമാണല്ലോ. ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രോബ്ലം കൊണ്ട് ഇന്ത്യയിൽ ഹീറ്റ് വേവ്സിന്റെ വലിയ വിഷയം. ഇന്ത്യ മാത്രമല്ല, ഗ്ലോബലി ഹീറ്റ് വേവ്സ് വലിയ വിഷയമാണ്. അപ്പോ 2023 was the warmest year in the history of Earth. 2023, 2024 most probably will break that record, 2023 record, and it will become the warmest year in the history of Earth. But 2024 is on the verge of breaking the record of 2023 as the warmest year. അപ്പം അത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ 2025 ചിലപ്പം അതിനേക്കാളും ടെമ്പറേച്ചർ കൂടുതൽ. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഹീറ്റ് വേവുകൾ അത് ലോകം മുഴുവനും പ്രശ്നമാണ്. പക്ഷെ അത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ അത് കൂടുതൽ പ്രശ്നമാണ്. അപ്പൊ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ കൂടുതൽ പ്രശ്നമാകുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ വിമനെയാണ് കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുള്ള ഒരിതാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ വിമനിന് ഈ ഹീറ്റ് വേവ് കൊണ്ടുണ്ടാവുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് മൂലം ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ കാണും. അപ്പോൾ വർക്കിംഗ് അവേഴ്സ് നമുക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും വിമനിന്റെ ജോബിന്റെ കാര്യത്തിൽ. അവർക്ക് ആ ജോബ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനൊക്കെ. പിന്നെ അവർ പല ജോബുകളും അവർ ഈ അണ്ടർ പെയ്ഡ് ആയിട്ടോ അൺപെയ്ഡോ ആയിട്ടുള്ള ജോബുകളായിരിക്കും ചെയ്യുന്നത്. മെയിൻലി ഇപ്പോൾ അവർ ഒരു ബിസിനസ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഫാമിലി റൺ ബിസിനസ്സിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഫാമിലി റൺ ബിസിനസ്സിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ സപ്പോർട്ട് റോളിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നുള്ള വേജ് അല്ലെങ്കിൽ സാലറി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി രണ്ടാമതായിട്ട് ഒരു ഡൊമസ്റ്റിക് വർക്കാണ് ചെയ്യുന്നതെങ്കിലോ, അപ്പൊ വീട്ടു ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്, ഹോം മേക്കർ എന്നുള്ള രീതിയിൽ. അങ്ങനെ ശമ്പളം കൊടുക്കണമെന്നൊക്കെ ഈ ഇടയ്ക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജോബുകളായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഈ ഹീറ്റ് വേവ് മൂലം അവർക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും, കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. രണ്ടാമതായിട്ട് ഈ പലപ്പോഴും ഈ പോറായിട്ടുള്ള ആൾക്കാരുടെ വീടുകളുടെ മേൽക്കൂരകളൊക്കെ ആസ്ബറ്റോസ് അല്ലെങ്കിൽ ടിൻ ഷീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഈ ഹീറ്റ് വേവ് ഉള്ള സമയത്ത് ഇവിടെ കൂടുതലായിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യും അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്. അപ്പം അവര് വീട്ടിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവർ ആ ഹീറ്റിന് കൂടുതൽ വൾണറബിൾ ആകും. പിന്നെ നമ്മളെ സ്ലംസിലൊക്കെ താമസിക്കുന്നവരും അർബൻ മേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഹീറ്റ് ട്രാപ്പ് പോലുള്ള പ്രദേശങ്ങളിലായിരിക്കും, പ്രത്യേകിച്ച് സ്ലംസിലൊക്കെ. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ സംവിധാനം ഒന്നും കാണത്തില്ല. അപ്പൊ അത്തരം മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരും പിന്നീട് സ്ത്രീകൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഹീറ്റിന് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞേക്കാം. അപ്പം അതിനൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അത് പക്ഷെ അതായത് പറഞ്ഞു, നമുക്കൊരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂല് നമുക്കത് മനസ്സിലാക്കിയെടുക്കണം. പക്ഷെ അതിൽ വേറെ എനിക്ക് ഒരു എന്താ പറയുന്ന ടേംസ് പറഞ്ഞു തരാനോ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ,
അത് ADB-യുടെ ഒരു സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞു. ADB എന്താണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB എന്താണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB-യുടെ ഒരു സ്റ്റഡിയെ കുറിച്ച് ഇത് പറഞ്ഞത് ഇതിനെ കുറിച്ചുള്ള. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADB-യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മാനിലയാണ്. മാനില ഫിലിപ്പൈൻസിലാണ്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മാനിലയാണ് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആൻഡ് പ്രസിഡന്റ്, ADB-യുടെ പ്രസിഡന്റ് എപ്പോഴും ജപ്പാൻകാരനായിരിക്കും. ഇപ്പൊ അത് മസാത്സുഗു അസകാവയാണ്. മസാത്സുഗു അസകാവ ADB president. Always ADB president will be from Japan. Masatsugu Asakawa is a Japanese citizen. Okay. പിന്നെ ഇവിടെ അമരാവതി പ്രോജക്റ്റിനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. അമരാവതി എന്താണ്? നമ്മളുടെ ആന്ധ്രാപ്രദേശിന്റെ പുതിയ ക്യാപിറ്റൽ ആവാൻ പോകുന്ന സ്ഥലമാണ് അമരാവതി. ചന്ദ്രബാബു നായിഡുവിടെ ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം അമരാവതി പ്രോജക്റ്റ് കുറച്ചുകൂടെ ലൈഫ് കിട്ടിയേക്കാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതൊന്ന് റീജുവനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. when ജഗൻമോഹൻ റെഡ്ഡി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്, he didn't give much importance to Amaravati, but for Chandrababu Naidu, Amaravati is his pet project. He wants to make it as a grand capital of Andhra Pradesh with the help of developed nations like Singapore. സിംഗപ്പൂരിന്റെ ഒക്കെ സഹായത്തോടു കൂടി അമരാവതി ഒരു ഗ്രാൻഡ് ക്യാപിറ്റൽ ആക്കി മാറ്റുക ആന്ധ്രാപ്രദേശിന്റെ എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ലക്ഷ്യം. ഇനി ഇതൊന്നും വേണ്ട. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഓൺ ദ പൊളിറ്റിക്സ് ഓഫ് ദ നിഷാദ് കമ്മ്യൂണിറ്റി ഒന്നും വേണ്ട നമുക്ക്. പിന്നെ EG 100 years കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളത് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചോടുക. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ India and Russia have doubled rupee-ruble payment since in 2024 എന്ന് പറയുന്ന ന്യൂസ് കാണാം. അതിന് കാര്യമുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ സമ്മിറ്റ് അല്ലെങ്കിൽ ഇൻഡോ റഷ്യ സമ്മിറ്റ് ഇപ്പോ റഷ്യയിൽ വെച്ച് നടന്നു. അപ്പൊ അതില് $100 billion ആയിട്ട് ഇന്ത്യ റഷ്യ ട്രേഡ് ബൈ 2030 ഇൻക്രീസ് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ $100 billion വാല്യൂ ഉള്ള ട്രേഡാണ് നടത്തുന്നതെങ്കിലും ഈ ഡോളറിൽ ട്രേഡ് നടത്താൻ ഇന്നത്തെ വേൾഡ് അഫയേഴ്സിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദ റഷ്യ യുക്രൈൻ വാർ. മെനി സാങ്ഷൻസ് ആർ എക്സിസ്റ്റിംഗ് അഗൈൻസ്റ്റ് റഷ്യ that were imposed by US and other Western nations. They won't settle amount for giving Russia in dollar. അപ്പൊ സെറ്റിൽമെന്റ് നടത്തേണ്ട ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ബാങ്കുകളാണ്. അപ്പൊ അവർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും ഇടയിലുള്ള ട്രേഡ് മൊത്തം ഇപ്പൊ യുവാനിലായി. ചൈനയുടെ കറൻസി ആണല്ലോ യുവാനിലായി. അതുപോലെ അതേ ഫുഡ് സ്റ്റെപ്സിൽ ഇന്ത്യ ഈസ് ഓൾസോ India also made arrangements with Russia to do trading in rupee and ruble. റൂബിൾ റഷ്യയുടെ കറൻസി, റുപ്പി ഇന്ത്യയുടെ കറൻസി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള വേറൊരു ന്യൂസ് ഉണ്ട്. വിക്രം മിശ്രി ടേക്സ് ഓവർ ആസ് ഇന്ത്യസ് 35th ഫോറിൻ സെക്രട്ടറി. ഇന്ത്യയുടെ 35ാമത് ഫോറിൻ സെക്രട്ടറി ആയിട്ട് വിക്രം മിശ്രി. ഈ പേര് പഠിച്ചു വെച്ചാൽ ഇനി ഒരുപാട് തവണ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വായിക്കും. ബിക്കോസ് external affairs minister and foreign secretary both are very important and they will always hog limelight and their names will appear in almost every day on our newspapers. So ആ പേര് എപ്പോഴും നിങ്ങൾ കാണാൻ പോണതാണ് വിക്രം മിശ്രി. വിനീത് കോത്ര ആയിരുന്നു ഇത്രയും കാലം, അദ്ദേഹത്തിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ. പിന്നെ 2 stealth frigates being built in Russia set to be delivered soon എന്നൊരു ആർട്ടിക്കിൾ കാണാം. അത് നമ്മളുടെ റഷ്യയും ഇന്ത്യയും ചേർന്ന് ഈയിടയ്ക്കല്ല 2016 നമ്മൾ തീരുമാനിച്ചാണ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള, എനിക്കൊന്ന് അത് അന്തർവാഹിനി ടൈപ്പാണ്, സബ്മറൈൻസ് ടൈപ്പാണെന്ന് തോന്നുന്നു. ഈ ഷിപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടാക്കും. ഇന്ത്യയിൽ നമ്മളുടെ ഒരു ഗോവ ഷിപ്പ് യാർഡിൽ ഉണ്ടാക്കും 2 എണ്ണം. ബാക്കി റഷ്യ നമുക്ക് ഉണ്ടാക്കി ഇങ്ങോട്ട് തരും എന്നൊരു തീരുമാനം എടുത്തത്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് മൊത്തം 4 എണ്ണം അങ്ങനെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചു. 2 എണ്ണം ഇന്ത്യയിലെ ഗോവ ഷിപ്പ് യാർഡിലും ബാക്കി 2 എണ്ണം റഷ്യ ഉണ്ടാക്കി തരും. ഇങ്ങനെ ആയിരുന്നു നമ്മളുടെ തീരുമാനം. പക്ഷെ 2016 തീരുമാനമൊക്കെ എടുത്തെങ്കിൽ ഇതുവരെയ്ക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റഷ്യ ഉണ്ടാക്കി തരാനുള്ള നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗോവ ഷിപ്പ് യാർഡിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഇതുവരെയ്ക്കും നേവിക്ക് കൊടുക്കുകയും ചെയ്തില്ലായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പം ഡെലിവർ ആവുമ്പോഴാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. പിന്നെ പ്രീസ് ഇൻ ഉത്തരാഖണ്ഡ് മിഫ്ഡ് ഓവർ കൺസ്ട്രക്ഷൻ ഓഫ് കേദാർനാഥ് ടെമ്പിൾ ഇൻ ഡൽഹി. കേദാർനാഥ് ടെമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ. ഈ ഉത്തരാഖണ്ഡിന് അറിയപ്പെടുന്നത്, അതിനകത്ത് പറയുന്നുണ്ട് ദേവഭൂമി എന്നാണ് ഉത്തരാഖണ്ഡിന് അറിയപ്പെടുന്നത്. ദേവഭൂമി. അതിന്റെ കാരണം ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചുമയുണ്ട്, സോറി. അപ്പോൾ ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിൾസ് എല്ലാം ഉത്തരാഖണ്ഡിലാണ്. കേദാർനാഥ്, ബദരിനാഥ്, ഗംഗോത്രി, യമുനോത്രി, ഇത് നാലാണ് ഏറ്റവും ഫേമസ്. വേറെ അതല്ലാതെ ന്യൂമറസ് ടെമ്പിൾസ് ആണ്. ഉത്തരാഖണ്ഡ് ഏറ്റവും വലിയ വരുമാനം തന്നെ ടെമ്പിൾ ടൂറിസമാണ്. എന്താ കൊണ്ടാണ് ഉത്തരാഖണ്ഡിന് ദേവഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കേദാർനാഥ് ടെമ്പിളിന് ഒരു മോഡൽ അതേ പേര് തന്നെ ഡൽഹിയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് കേദാർനാഥ് ടെമ്പിൾ അതോറിറ്റീസിന് ഇഷ്ടപ്പെട്ടില്ല. അതൊരു വിഷയമായി. അതാണ് അത് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആ വിഷയം എന്ന് അറിയേണ്ട കാര്യം ജസ്റ്റ് അറിഞ്ഞാൽ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി, DHAMI. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. റിവേർട്ട് ടു ഓൾഡ് മെത്തേഡ് ഓഫ് റിക്രൂട്ടിംഗ് സ്റ്റാഫ് ഫോർ ട്രൈബൽ സ്കൂൾസ്, ബൃന്ദ കാരാട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രാധാന്യം കൊടുത്തപ്പോൾ ഒരു സ്കൂളാണ് ഏകലവ്യ സ്കൂൾസ് എന്ന് പറയുന്നത്. ഏകലവ്യ സ്കൂൾസ് നവോദയ സ്കൂൾസ് ഇല്ലേ, അതേ മോഡലിലാണ് ഏകലവ്യ സ്കൂൾസ്. പക്ഷെ ഏകലവ്യ സ്കൂൾസിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് സ്പെസിഫിക്കലി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ട്രൈബൽ ഡോമിനേറ്റഡ് ഏരിയാസിലാണ് ഏകലവ്യ സ്കൂളുകൾ ആരംഭിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് കംപ്ലീറ്റ് ഫണ്ടിങ്. എഡ്യൂക്കേഷൻ ഈസ് ഫുള്ളി ഫ്രീ ദർ ആൻഡ് വെരി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈസ് പ്രൊവൈഡിങ് them absolutely free of cost through Ekalavya schools for tribal students to increase their education level. നവോദയ സ്കൂളിന്റെ അതേ സ്റ്റാൻഡേർഡിൽ. അപ്പൊ ഇത് ടീച്ചേഴ്സിനൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹൺഡ്രഡ്സ് ഓഫ് സ്കൂൾസ് ആർ ഓപ്പണിംഗ് ഇൻ വേരിയസ് ഡിസ്ട്രിക്ട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതിന് പറ്റിയൊരു പ്രശ്നം മുമ്പെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലുള്ള ഏകലവ്യ സ്കൂൾസിലെ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ആ സ്റ്റേറ്റ് മുഖേനയായിരുന്നു. അങ്ങനെ ആകുമ്പം അവിടുത്തെ കുട്ടികളുടെ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ കിട്ടുമായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റ് ഏകലവ്യ സ്കൂളിലേക്കുള്ള ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് സെൻട്രലൈസ്ഡ് ആക്കി. അപ്പൊ സംഭവിച്ച കാര്യം, നോർത്ത് ഇന്ത്യയിലൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും. കേരളത്തിലെ വയനാട്ടിലെ ഒരു ഏകലവ്യ സ്കൂളുണ്ട്. അവിടെ ട്രൈബൽ ഒരുപാട് ഉള്ള മേഖലയാണല്ലോ. അപ്പോൾ ഒരു ഏകലവ്യ സ്കൂൾ ഉണ്ടാക്കി അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷെ അവർക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, അവിടുത്തെ കൾച്ചർ അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് മേക്കിംഗ് big problems for the teachers and students alike. That news was there last week also. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് അതിൽ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഏകലവ്യ സ്കൂൾ എന്താണെന്ന് മനസ്സിലായത്. ഇനി ഇന്ത്യ ടു ഹോസ്റ്റ് സെക്കൻഡ് ഏഷ്യ പസഫിക് കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ. സിവിൽ ഏവിയേഷൻ അറിയാലോ, നമ്മുടെ വ്യോമയാനം. സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ഏഷ്യ പസഫിക് കോൺഫറൻസ് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നു. India will host the second Asia Pacific Ministerial Conference on Civil Aviation on September 11 and 12. സെപ്റ്റംബറിലേ ഉള്ളൂ, ഇപ്പൊ ജൂലൈ ആയതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവം ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. DGC എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ DGCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണെന്ന് അറിഞ്ഞിരിക്കുക, വിക്രം ദേവ് ദത്ത്. അത് പഠിച്ചു വെച്ചേക്കണം. വിക്രം ദേവ് ദത്ത് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ DGCA. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ICAR-നെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ICAR അറിഞ്ഞിരിക്കുക, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്ഥാപനമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ICAR എന്താണ്? ഇന്ത്യൻ കൗൺസിൽ. ICMR പോലെ തന്നെയാണ് ICAR. ICMR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ദിസ് ഈസ് ഓൾസോ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. COVID-19 അഗേൻസ്റ്റ് ആയിട്ടുള്ള കോവാക്സിൻ ഡെവലപ്പ് ചെയ്തത് ICMR-ഉം ഭാരത് ബയോടെക്കും ചേർന്നാണ്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ലൈക്വൈസ് for promoting agriculture research and innovation, there is another central government institution and its name is ICAR, Indian Council of Agriculture Research. അവര് പുതിയ 323 ന്യൂ വെറൈറ്റീസ് ഓഫ് 56 ക്രോപ്സ് അവർ റിലീസ് ചെയ്യാൻ പോയാൽ 56 ക്രോപ്പുകൾ അതിന്റെ 321 പുതിയ വെറൈറ്റീസ് റിലീസ് ചെയ്യാൻ പോകണം. അത്രത്തോളം ഇന്നോവേഷനും റിസർച്ച് അവർ ആ ഫീൽഡിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇപ്പൊ ഒരു പ്രോഗ്രാം തന്നെ കൊണ്ടുവന്നു, 1 scientist 1 product. അവർക്ക് ഏതാണ്ട് 5000-ഓളം സയന്റിസ്റ്റുകളുണ്ട് ICAR. ഈ 5521 സയന്റിസ്റ്റുകളുണ്ട്. അവർ ഓരോരുത്തരും
ഒരു പ്രോഡക്റ്റ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആണ്. അത് അഗ്രികൾച്ചർ ഫീൽഡിൽ അത്രയും വലിയ ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് കൊണ്ടുവന്നത്. ICARന്റെ ഫൗണ്ടേഷൻ ഡേ ആണെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ഒക്കെ അവർ റിലീസ് ചെയ്യുന്നത്. 96th ഫൗണ്ടേഷൻ ഡേ ആണ് ICARന്റെ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാര്യം ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശിവരാജ് സിംഗ് ചൗഹാൻ. അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. പിന്നെ പാനൽ റിപ്രിമാൻഡ്സ് ഒഡീഷ ഗവൺമെന്റ് ഫോർ ബിൽഡിംഗ് വയലേഷൻ ആൻഡ് ഫോറസ്റ്റ് ലാൻഡ്. ഫോറസ്റ്റ് ലാൻഡിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടത്തിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫോറസ്റ്റ് മിനിസ്ട്രി ഒഡീഷ ഏത് ഗവൺമെന്റിനാണെങ്കിലും റിപ്രിമാൻഡ് ചെയ്യും. അതാണ്. അപ്പൊ ഇതിപ്പോ സംഭവം എന്ന് വെച്ചാൽ ഒഡീഷയിൽ പുതിയൊരു എയർപോർട്ട് വരുന്നുണ്ട്. ആ എയർപോർട്ടിന്റെ പേര് ശ്രീ ജഗന്നാഥ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അപ്പൊ അത് എവിടെയായിരിക്കും? ഒഡീഷയിൽ ശ്രീ ജഗന്നാഥ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലുള്ള ഒരു എയർപോർട്ട് വരണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചാണ് ചിലപ്പോൾ ചോദിക്കുക എവിടെയാണ് ഈ എയർപോർട്ട് വരുന്നതൊക്കെ. ശ്രീ ജഗന്നാഥ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ വരണമെങ്കിൽ ലോർഡ് ജഗന്നാഥിന്റെ ടെമ്പിൾ എവിടെയാണ്? പുരിയിലാണ്, ഒഡീഷയിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് പുരിയിലാണ് എയർപോർട്ട്. അറിഞ്ഞിരിക്കുക. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജിൽ ആകെ പറയാൻ 1-2 കാര്യങ്ങൾ. ഒന്ന്, WPI ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടിയെന്നൊരു ന്യൂസ്. കഴിഞ്ഞ 16 മാസത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോയി WPI ഇൻഫ്ലേഷൻ. നമുക്കറിയാം എസെൻഷ്യൽ പ്രൈസ് ആൻഡ് കമ്മോഡിറ്റീസ്, പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ്, എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, ഹോൾസെയിൽ ഇൻഫ്ലേഷനും ഉണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി CPI ഉപയോഗിക്കും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഇതിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇത്തിരി കുറവാണ്. ഇപ്പം അതിന്റെ അകത്തുള്ള ഫുഡ് ഇൻഫ്ലേഷൻ മാത്രമാണ് കുറച്ച് കൂടുതൽ. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പൊ അത് അത്ര അറിഞ്ഞാൽ മതി. പിന്നെ IGST കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. IGST എന്താണ്? ഇന്റഗ്രേറ്റഡ് GST. ഇന്ത്യയിൽ 3 തരത്തിലുള്ള GST ആണ് നമ്മൾ പേ ചെയ്യുന്നത്. CGST സ്റ്റേറ്റ് സെൻട്രൽ GST, SGST സ്റ്റേറ്റ് GST, IGST ഇന്റഗ്രേറ്റഡ് GST. ഞാൻ നിങ്ങൾക്ക് ഇന്നാളെ പറഞ്ഞതായിരുന്നു, ഇത് IGST എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്ഫറിനെ മെയിൻലി യൂസ് ചെയ്യുള്ളൂ. IGST ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്ഫറിനും ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും ഒക്കെ പേ ചെയ്യേണ്ടതാണ്, നമുക്കല്ല. ഓക്കെ. അശോക് ലൈലൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ഈസ് ടാറ്റ ആൻഡ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ഈസ് അശോക് ലൈലൻഡ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ട്രക്കുകൾ, ബസ്സുകൾ, അതൊക്കെയുള്ള. കാറാണ് പാസഞ്ചർ വെഹിക്കിൾസ്, കാർസ് മെയിൻലി. പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചർ 1ാം സ്ഥാനത്ത് മാരുതി തന്നെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മാരുതിക്കാണ് പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറിംഗ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറിംഗിൽ അത് ടാറ്റയാണ് ഫസ്റ്റ്, സെക്കൻഡ് അശോക് ലൈലൻഡ്. പിന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഒരാഴ്ചയുള്ള ബഡ്ജറ്റിന് ഓരോരോ മേഖല ബഡ്ജറ്റിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കുറിച്ചൊക്കെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഒന്നും പറയാനില്ല. വേൾഡ് പേജിൽ ഇപ്പൊ എന്നും ഈ ട്രംപിന്റെ അസാസിനേഷൻ അറ്റംപ്റ്റ്, അതിലൊക്കെ ഞാൻ എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും എഴുതിയെടുക്കാനില്ല. ബാക്കി പിന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല അവിടെ പറയാൻ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അർജന്റീന എന്താണ്, എന്ത് വിൻ ചെയ്തു അറിയാം? കോപ്പ അമേരിക്ക. അർജന്റീന എന്താ വിൻ ചെയ്തു? കോപ്പ അമേരിക്ക. സ്പെയിൻ എന്ത് വിൻ ചെയ്തു? യൂറോ കപ്പ്. ഇത് നിങ്ങൾ അറിഞ്ഞാണ്. അർജന്റീന കോപ്പ അമേരിക്കയും സ്പെയിൻ യൂറോ കപ്പും. അറിഞ്ഞിരിക്കുക. വിംബിൾഡൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനി ആരൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അൽക്കാരസിനെ കുറിച്ചും സിന്നറിനെ കുറിച്ചും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വേൾഡ് നമ്പർ 1 സിന്നർ, ജാനിക് സിന്നർ. അൽക്കാരസ് ഇപ്പൊ വിംബിൾഡൺ വിൻ ചെയ്ത പ്ലെയർ. അവരെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പിന്നെ സ്പെയിനിനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ ഇവിടെ വായിക്കാം, യൂറോ കപ്പ് വിൻ ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ ISROയെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. സയൻസ് പേജിൽ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല രാവിലെ. അപ്പൊ അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സയൻസ് പേജിൽ എസ്പെഷ്യലി സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന തുടങ്ങിയ ആർട്ടിക്കിൾസ് ഒക്കെ വേണം. ഓക്കെ, വായിച്ചു നോക്കുക. ഇനി ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. SC to hear petitions against passing laws as money bills. ഇന്ത്യയിൽ ഈയിടയ്ക്ക് 2-3 നിയമങ്ങൾ മണി ബിൽസ് ആക്കി പാസ്സാക്കി. അതിനു മുമ്പേ മണി ബിൽ എന്താണെന്ന് പറയാം. മണി ബിൽ എന്താണെന്ന് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 110 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 110 ഒരു ബില്ല് മണി ബില്ലാണോ എന്നുള്ള കാര്യം പറയുന്നത്.
A money bill is deemed to contain only provisions dealing with all or any of the matters under clauses A to G of Article 110(1), largely including the appropriation of money from the Consolidated Fund of India and taxation. In other words, a money bill is restricted only to the specified financial matters. അതായത് പക്ക ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് മണി, എസ്പെഷ്യലി ടാക്സേഷൻ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഏതെങ്കിലും രീതിയിലുള്ള ധനവിനിയോഗം, ഇതിനെയൊക്കെ കുറിച്ചുള്ള ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് മണി ബില്ലായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ മണി ബില്ലാണോ ഒരു ബില്ലെന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, മണി ബില്ലാണോ ഒരു ബില്ലെന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. മണി ബില്ലിന്റെ പ്രശ്നം ഗവൺമെന്റിന് എപ്പോഴും ഗുണമാണ് മണി ബില്ലായിട്ട് അവതരിപ്പിക്കുന്നത്, ഒപ്പോസിഷന് ദോഷമാണ്. കാരണം മണി ബില്ല് ലോക്സഭയിൽ മാത്രം പാസ്സായാൽ മതി. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, മണി ബിൽ ഹാസ് ടു ബി പാസ്ഡ് ഇൻ ലോക്സഭ ആൻഡ് ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഓൺലി. All other bills can be introduced either in Lok Sabha or Rajya Sabha, but money bill should be introduced in Lok Sabha first. There it should be passed. After that, it will be sent to Rajya Sabha. But in Rajya Sabha, even if they are not passing that money bill legislation, after elapsing of 14 days, it will be deemed as passed. 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയില്ലെങ്കിലും പാസ്സാക്കിയതായിട്ട് കൂട്ടും. അപ്പം ലോക്സഭയിൽ മാത്രം പാസ്സായാലും മതി എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ മോഡി ഗവൺമെന്റ് എന്തെന്ന് വെച്ചാൽ ചില ബില്ലുകൾ അവർക്ക് പെട്ടെന്ന് പാസ്സാക്കാൻ വേണ്ടി ഒരു മണി ബില്ലായിട്ട് അവതരിപ്പിച്ചു. പക്ഷെ അത് മണി ബില്ല് അല്ല എന്നാണ് ഒപ്പോസിഷൻ പറയുന്നത്. കാര്യം മണിയുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ വിനിയോഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ടാക്സേഷനായിട്ടൊന്നും ബന്ധമില്ലാത്ത ബില്ലുകൾ പോലെ ആധാർ ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ആധാറുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിനെ ഒരു മണി ബില്ലായിട്ട് പാസ്സാക്കി. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA ഉണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ED ഭയങ്കര പവേഴ്സ് കൊടുത്ത നിയമമാണ് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. അതിലെ അമെൻമെന്റ്സ് ഒക്കെ അവര് മണി ബില്ലായിട്ടാണ് പാസ്സാക്കിയത്. അതുപോലെ ഫിനാൻസ് ആക്ട് 2017 ഒക്കെ. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് സുപ്രീം കോടതിയിൽ പല കേസുകളുണ്ട്. ഈ ഇടയ്ക്കാണ്, ഇന്നലെയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഹിയർ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. ഹിയർ ചെയ്തതിന് ഗവൺമെന്റ് എതിരായിട്ട് അങ്ങനെ വിധി വന്നാൽ ആകെ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ എന്തായാലും അത് വലിയൊരു ന്യൂസ് ആയിട്ടാണ്. അപ്പൊ മണി ബിൽ എന്താണെന്ന് മനസ്സിലായി. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ, അതും പഠിച്ചു വെച്ചേക്കുക. മണി ബില്ലാണോ ഒരു ബില്ലിനെ തീരുമാനിക്കുന്നവരാണ് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭയിൽ മാത്രം പാസ്സായത് മണി ബില്ല്. അതിനുശേഷം രാജ്യസഭയിലേക്ക് ഒരു വിടും, പക്ഷെ രാജ്യസഭയിൽ പാസ്സാക്കിയില്ലെങ്കിലും 14 ദിവസം കഴിയുമ്പോൾ അത് പാസ്സായതാണ്. പിന്നെ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞും ഇരിക്കുമ്പോഴാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്, TD. ഇമ്പോർട്ട് വാല്യൂ മൈനസ് എക്സ്പോർട്ട് വാല്യൂ ആണ് ട്രേഡ് ഡെഫിസിറ്റ്. കാര്യം എന്താ, എപ്പോഴും ഇറക്കുമതി കൂടിയിരിക്കും, കയറ്റുമതി കുറഞ്ഞിരിക്കും, അപ്പോഴേ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവും. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുന്നു എന്നൊരു ന്യൂസാണ് ഇവർ ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ കാവേരി വാട്ടർ വിഷയത്തിനെ കുറിച്ച്, അത് കർണാടകത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള വിഷയമാണ്, അറിഞ്ഞിരിക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട്. എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അറ്റ് MP's ഭോജശാല കോംപ്ലക്സ് ബിൽറ്റ് യൂസിംഗ് ടെമ്പിൾ റിമെയിൻസ്. ASI എന്താണെന്ന് ആദ്യമേ അറിയുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പ്, ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അവര് പറഞ്ഞു വെക്കുന്നു ഭോജശാല ടെമ്പിൾ, കമൽ മൗല മോസ്ക് എന്ന് പറയുന്നൊരു വിഷയമുണ്ട് ഇന്ത്യയിൽ. ഭോജശാല ടെമ്പിൾ, അത് ഞാൻ പറഞ്ഞില്ല എന്താണ്, ഭോജശാല ടെമ്പിൾ, കമൽ മൗല മോസ്ക്. കമൽ മൗലാണോ കമാൽ മൗലയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു മോസ്ക് ആണ്. ഇപ്പൊ ഈ ഭോജശാല ടെമ്പിൾ എന്ന് പറഞ്ഞാൽ പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിന് പല ഭാഗങ്ങളും പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ ടെമ്പിൾ, കമൽ മൗല ടെമ്പിൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഇവിടുത്തെ കുറച്ച് വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികൾ സുപ്രീം കോടതി പോയി. അപ്പൊ സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എടുത്ത് അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നു ഒരു ക്ഷേത്രത്തിന്റെ മുകളിൽ തന്നെയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്, അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം കോടതി നിന്നൊക്കെ ഇനി വിധി വരണം അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഈ ഭോജശാല ടെമ്പിൾ, കമൽ മൗല മോസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വലിയ വിഷയമാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ മധ്യപ്രദേശിലാണ് ഈ വിഷയം. ഈ അയോധ്യ രാമക്ഷേത്ര വിഷയം എന്ന് പറയുന്ന ഒരു ഉത്തർപ്രദേശിലെ മധുര വിഷയമുണ്ട്, കൃഷ്ണ ജന്മഭൂമി വിഷയമുണ്ട് മധുര. അതുപോലെ ഒരു വിഷയമാണ് ഭോജശാല ടെമ്പിൾ, കമൽ മൗല മോസ്ക് വിഷയം. അത് മധ്യപ്രദേശ്. മറ്റേ രണ്ട് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. മധുര കൃഷ്ണ ജന്മഭൂമി വിഷയവും രാമജന്മഭൂമി വിഷയം ഇപ്പൊ സോൾവ് ആയി, മറ്റൊന്നും സോൾവ് ആയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്നൊരു ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ ആ ആക്ട് ഇപ്പം ഒരു ഉപയോഗമില്ലാതായി മാറി.
പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്ന് പറയുന്നത് 1991 ഈ അയോധ്യയിലെ പിന്നെ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴത്തേക്ക് ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് നരസിംഹറാവു ഗവൺമെന്റ്. അതായത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് 1947 ഓഗസ്റ്റ് 15 ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു പള്ളി എന്തോ ആയിക്കോട്ടെ, അതിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്താണോ അത് തന്നെ ആയിരിക്കണം ഇനി. അത് അതിന്റെ പേരിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഒരു ടെമ്പിൾ പണ്ട് ഈ മുഗൾ ചക്രവർത്തികളുടെ പീരീഡിലൊക്കെ അവർ അമ്പലങ്ങൾ പൊളിച്ച് പള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പോയാലും വീണ്ടും വലിയ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടത്. 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ റിലീജിയസ് ക്യാരക്ടർ, അത് അതിങ്ങനെ തന്നെ നിലനിർത്തുന്നത്. എക്സെപ്റ്റ് ഫോർ രാമജന്മഭൂമിക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ വിഷയം എന്താണെന്ന് അറിയാമോ? ഈ റിലീജിയസ് ക്യാരക്ടർ എന്താണെന്ന് പോലും കോടതിയൊക്കെ പറയാൻ പറ്റുന്നില്ല. 47 ഇപ്പൊ ഈ കമൽ മൗല ഭോജശാല ടെമ്പിൾ വിഷയത്തിൽ അവിടെ റിലീജിയസ് ക്യാരക്ടർ എന്താണ്? ഇപ്പൊ അവിടെ പള്ളി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്ത് അമ്പലം വെച്ച ആരാധന വരെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം റിലീജിയസ് ക്യാരക്ടർ ഹിന്ദു റിലീജിയന്റെ ക്യാരക്ടർ ആണോ ഇസ്ലാം റിലീജിയന്റെ ക്യാരക്ടർ ആണോ എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ പറഞ്ഞ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും. ഓക്കെ, അപ്പൊ അതാണ് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ പേജിൽ നമുക്കൊന്നും പറയാനില്ല. അതിനടുത്ത പേജില് ഇവിടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അറിയാലോ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഒഴിച്ചുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ ഈ 6 മതവിഭാഗക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ളതാണ്. അത് എതിർക്കപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാം. മുസ്ലിങ്ങളെ ഒഴിവാക്കിയതുകൊണ്ടാണ്. സിറ്റിസൺഷിപ്പിൽ സാധാരണ ഒരു റിലീജിയൻ ബേസ്ഡിലായിട്ടല്ല ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. അപ്പൊ അതാണ് വിവാദമായത്. അപ്പൊ എന്തായാലും ആ നിയമം ഇപ്പോഴും ഉണ്ട് കോടതിയിൽ. അതിന്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ള കാര്യമൊക്കെ സുപ്രീം കോടതി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ വിധിയൊക്കെ ഉടനെ വരും. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക, നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കുക. താങ്ക് യു.